ഹലോ, ഇന്നത്തെ പരിപാടി ഇതുപോലെ തൈക്കൊടി വൃത്തിയാക്കലാണ് കേട്ടോ. ഈ കൊടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി ചോടൊക്കെ ഒന്ന് തെളിച്ച് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി കർഷകൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ആ പച്ച തൂമ്പയൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഴ നനയാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും നനയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഈ വാഴയുടെ ചോട്ടിൽ കയറി നിന്ന് രംഗൻ ചേട്ടനെ ഓർത്ത് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൈക്കൊടിയൊക്കെ തളർത്ത് നിൽക്കുകയാണ്. തണുത്ത് നല്ല വെള്ളമൊക്കെ വീണ് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ചോട്ടി ചാണകപ്പൊടി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലെ പാഴ്മരത്തിലും അതുപോലെ തന്നെ മുരിക്കയിലൊക്കെയാണ് നമ്മൾ തൈക്കൊടി കയറ്റി വിട്ടേക്കുന്നത് കേട്ടോ. ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ നല്ല സൂപ്പറായിട്ട് കയറി വരും. അപ്പോൾ അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. മഴയൊന്നും വക വെക്കാതെ തന്നെ അച്ഛൻ പണിയെടുക്കുവാണ് ഗീസ്. കർഷകൻ എന്തോന്നു മഴ. അങ്ങനെ അതെല്ലാം വെട്ടി മൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് കർഷകൻ്റെ ജോലി കഴിഞ്ഞേക്കുവാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാലും മരങ്ങളും ചെടികളും പെയ്യും എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ വരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ വെറുതെ കയ്യിൽ പിടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ചെറിയ ഒരു കുഞ്ഞിലത്തെ ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.